നമഃശിവായ. ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ലോകഗുരുനാഥനായിട്ടുള്ള മഹാദേവൻ്റെ മറ്റൊരു ഭാവമാണ് ദക്ഷിണാമൂർത്തി. ഗുരുസ്ഥാനമാണ്, ലോകത്തിൻ്റെ ഗുരുനാഥനാണ്. ഇത്തരം കാര്യങ്ങളൊന്നും സെമിറ്റിക് മതങ്ങളിൽ ഇത്തരം മൂല്യങ്ങളോ അറിവുകളൊന്നും അവർക്കുണ്ടാവില്ല. അവർ ഇതിനൊക്കെ നിഷേധിക്കുന്നവരാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അറിവിൻ്റെ നിറകുടമാണ് ഭാരതഭൂമി, നമ്മുടെ ഭാരതത്തിലെ ഗ്രന്ഥങ്ങളൊക്കെ. നമ്മൾ ചെറിയവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദക്ഷിണാമൂർത്തി മഹാദേവനെ ഭജിക്കുന്നതിലൂടെ ജ്ഞാനം, അറിവ്, ധാർമ്മികത, മനസ്സിന് ശുദ്ധി എന്നിവ നമുക്ക് കൈവരും. ദക്ഷിണാമൂർത്തിയെ നിത്യവും പ്രസാദിപ്പിക്കുന്നതിലൂടെ ഐശ്വര്യവും ആയുസ്സും വർദ്ധിക്കും എന്നാണ് പറയുക. ഇനി ദക്ഷിണാമൂർത്തിയുടെ അനേകം ശ്ലോകങ്ങൾ നമുക്കുണ്ട്. ഒന്ന് പറയാം. ധ്യാന ശ്ലോകം: ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. ഇനി ഒന്നുകൂടെ പറയാം. ഓം വട വിടബി സമീപേ ഭൂമിഭാഗേ നിഷണ്ഡം സകലമുനിജനാനാം ജ്ഞാനദാതാരമാരാൽ ത്രിഭുവനഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനന മരണ ദുഃഖച്ഛേദദക്ഷം നമാമി. അതും അദ്ദേഹത്തിൻ്റെ ഒരു ധ്യാന ശ്ലോകമാണ്. ഒന്നുകൂടെ പറയാം. സ്ഫടിക രജതവർണം മൗക്തികീം അക്ഷമാലാം അമൃതകലശവിദ്യ ജ്ഞാനമുദ്രാകരാഗ്രൈ ദധതം ഉരകകക്ഷം ചന്ദ്രചൂടം ത്രിനേത്രം വിധൃത വിവിധ ഭൂഷം ദക്ഷിണാമൂർത്തിമീഡേ. അതും ഒരു ധ്യാന ശ്ലോകമാണ്. ഇനി ഒരു പ്രാർത്ഥനാ മന്ത്രം പറയാം. നമഃശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ നിർമ്മലായ പ്രസന്നായ ദക്ഷിണാമൂർത്തയേ നമ. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇനി അടുത്ത പ്രാർത്ഥനാ മന്ത്രം: ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. വേണമെങ്കിൽ ഓം ഗും ഗുരുഭ്യോ നമ എന്ന ഒരു മൂലമന്ത്രം കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം എന്നുകൂടി പറയണു. ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഹരേ നാരായണ.